അമേരിക്കയിൽ ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പടർന്നു പിടിക്കുന്ന കാട്ടുതീയാണ്. അതിന് പൂർണ്ണമായ ശമനം ഉണ്ടാക്കാൻ ഇപ്പോഴും അമേരിക്കൻ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് വീടുകൾ കത്തിപ്പോകുന്നു, വലിയ തോതിലുള്ള കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നു. ഇപ്പോഴും ആശങ്കാജനകമായ രീതിയിൽ തീയും കൊടുങ്കാറ്റും എല്ലാമായിട്ടൊരു മേഖലയാകെ തന്നെ വലിയ ഭീതിയുടെ നടുവിൽ നിൽക്കുകയാണ്. ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തലക്കെട്ടുകളൊന്നും കൂടിയാണത്. അജിംസ്, ഇപ്പോൾ ഇത് എത്രയോ നമ്മളിതിന് മുമ്പും പലതവണ അമേരിക്കയിലെ കാട്ടുതീ, അവിടെ ഉണ്ടാക്കുന്ന കൊടുങ്കാറ്റ്, ഇതുണ്ടാക്കുന്ന വിനാശങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അതിനെ വേഗത്തിൽ അതിജീവിക്കാൻ അമേരിക്ക കഴിയാത്തതുകൊണ്ടായിരിക്കും. ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കാലിഫോർണിയ സ്റ്റേറ്റ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട റിസർവോയർ മെയിൻ്റനൻസിന് വേണ്ടി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നില്ല. ഒന്നാലോചിച്ചോ, ലോകത്തെ ഒന്നാം ലോക രാജ്യമായ, ലോകത്തെ നയിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യത്തിന് ഒരു പ്രകൃതി ദുരന്തം നേരിടാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മേയർ ടൂറിലായിരുന്നു. മേയർ തിരിച്ചു വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ പറയും, ഈ മെയിൻ്റനൻസിന് വേണ്ടി റിസർവർ പൂട്ടിയിട്ട് വെള്ളം ഇല്ലായിരുന്നു, വെള്ളം തളിക്കാൻ പറ്റിയില്ല. മറ്റൊന്ന്, പ്രകൃതി ദുരന്തങ്ങളെ എത്രമാത്രം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അമേരിക്കയും കാനഡയിലും എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ഈ ഡ്രൈ സീസണിൽ എപ്പോഴും കാട്ടുതീ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അണയ്ക്കാൻ കഴിയാറുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലേക്ക്, അതും സെലിബ്രിറ്റീസ് മെൽ ഗിബ്സൻ്റെ വീടൊക്കെ എത്തിപ്പോയെന്നാണ് പറയുന്നത്. അപ്പോൾ സെലിബ്രിറ്റീസ് വലിയ വലിയ സമ്പന്നരുടെ വീടുകളും സാധാരണ വർക്കിംഗ് ക്ലാസ്സിൻ്റെ വീടുകളും ഒരുപോലെ ബാധിച്ചൊരു ദുരന്തമാണിത്. കാറ്റടിച്ച് തന്നെയാണ്, അതായത് അപ്രതീക്ഷിതമായി വന്ന ആ കൊടുങ്കാറ്റ് തന്നെയാണ് തീ വഷളാക്കിയത്. പക്ഷെ അതിനെ നേരിടാൻ പറ്റാതെ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക പോകുന്നുള്ളതാണ്. അമേരിക്കയുടെ സാങ്കേതികവിദ്യ, അമേരിക്കയുടെ സൈനിക ശക്തി, അമേരിക്കയുടെ കയ്യിലുള്ള സമ്പത്ത്, ഇതുകൊണ്ടൊന്നും ചെറുക്കാൻ കഴിയാത്ത ഒരു പ്രകൃതി ദുരന്തമായി അത് മാറി. എല്ലാത്തരം മനുഷ്യരെയും ബാധിച്ച, സമ്പന്നരെയും ദരിദ്രരെയും ഒരേ സമയം ബാധിച്ച ഒരു ദുരന്തമായി അത് മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്തം നടക്കുമ്പോൾ ഫയർ ഫൈറ്റേഴ്സിൻ്റെ വേഷത്തിൽ ആളുകൾ മോഷ്ടിക്കാൻ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തമായി മാറിയ ഒരു കാഴ്ച. ഫയർ ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫയർ ഫൈറ്റേഴ്സിൻ്റെ എണ്ണം തികയാത്തതുകൊണ്ട് ജയിലിൽ കിടന്ന ആളുകളെ വോളണ്ടിയറായിട്ട് പുറത്തേക്ക് വിട്ടു. അവരെ കൊണ്ടാണ് ഈ ഫയർ ഫൈറ്റിംഗ് പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ വേഷം ധരിച്ച ആളുകൾ അവിടെ മോഷണം നടത്തി. നമുക്ക് മൂന്നാം ലോക രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ അമേരിക്കയിൽ കാണുന്നത്. അതായത് ദുരന്തത്തിൻ്റെ ഇടയിലുള്ള പോക്കറ്റടി എന്നൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുള്ളത് പോലെ അവിടെ അതും നടക്കുകയാണ്. ഇപ്പോൾ അവിടെ ഉയർന്ന മറ്റൊരു വിവാദം, ഈ ജയിലിൽ കിടക്കുന്ന ആളുകളെ ഫയർ ഫൈറ്റിംഗ് ജോലിക്ക് വിനിയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളത്തെ പറ്റിയാണ്. അവിടുത്തെ ഒരു ഫയർ ഫൈറ്റർക്ക് ഒരു വർഷം ഒരുപക്ഷെ ഒരു 10 ലക്ഷം രൂപയുടെ അത്ര വരുമാനം ഉണ്ടാകും. 10-20 ലക്ഷം രൂപയൊക്കെ വരുമാനം, അത്രയും വരുമാനം ഉണ്ടാകും. ഇവർക്ക് കൊടുക്കുന്ന $1 എക്സ്ട്രാ ഡ്യൂട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിവാദങ്ങളുണ്ട്. അതൊക്കെ എന്തും ആട്ടെ, പക്ഷേ ഒരു പ്രകൃതി ദുരന്തത്തെ എത്ര വലിയ സാങ്കേതിക വിദ്യ കൈവശമുണ്ടായാലും, എത്ര വലിയ എത്ര വലിയ സമ്പത്തുണ്ടായാലും നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാൻ കഴിയുന്ന, സെലിബ്രിറ്റീസ് പോലും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന, സ്വന്തം വീട് കത്തിപ്പോകുന്ന നോക്കി നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ, മനുഷ്യൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അമേരിക്കയിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള നറേറ്റീവ്സ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിച്ചത്, ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ എല്ലാ നരകവും ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന അദ്ദേഹം ഭീഷണി മുഴക്കിയതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് സംസാരിച്ച് നാവ് വായിലിടുമ്പോഴാണ് ലോസ് ഏഞ്ചൽസിൽ ഇതുണ്ടാവുന്നത്. അപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട്, ഒരു പ്രകൃതി ദുരന്തത്തെ പരിഹസിച്ചുകൊണ്ട് ഈ ഫലസ്തീൻ അനുകൂലികളായ ആളുകൾ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. ചില ദൈവവചനങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണ്. പക്ഷെ ഒരിക്കലും നമ്മളൊരു പ്രകൃതി ദുരന്തത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് മാനുഷികതയ്ക്കും മാനവികതയ്ക്കും എതിരാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ അമേരിക്കൻ ഭരണാധികാരികൾ ചെയ്യുന്നൊരു തെറ്റിന് അമേരിക്കൻ ജനത, ഇതൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും, അവരിൽ ചിലപ്പോൾ ഫലസ്തീൻ സപ്പോർട്ടേഴ്സും ഉണ്ടാവും, അവരനുഭവിക്കുന്നു എന്നുള്ളത് അതിനെ പരിഹസിക്കുക, ഒരു ദുരന്തമുഖത്ത് അതിൻ്റെ ഇരകളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്താണോ അവർ പ്രതിനിധാനം ചെയ്യുന്നത് ആ മാനവികതയ്ക്ക് എതിരാണ് എന്നുള്ള കാര്യം അങ്ങനെ ചെയ്യുന്നവർ വിചാരിക്കണമെന്ന് കൂടി പറയുകയാണ്. ഓക്കെ, ദിവസം ഇതിൽ നിഷാദ്, നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയാലേ, ഇപ്പോൾ തീ, ഇപ്പം 60 സ്ക്വയർ കിലോമീറ്റർ ഏരിയയാണ് തീ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്ന പാരീസ് നഗരത്തിനേക്കാളും വലുപ്പമുണ്ട്. അപ്പം അങ്ങനെ അത് ഏതോ കാട്ടിലോ അല്ലെങ്കിൽ വിദൂര സ്ഥലങ്ങളിലൊന്നുമല്ല, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മെട്രോപൊളിറ്റൻ ഏരിയയിലാണ്. നമുക്കിപ്പോൾ അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഇങ്ങനെ തീ ഇങ്ങനെ വരിക, ഇതിപ്പോൾ ജനുവരി 7 തുടങ്ങിയ പരിപാടിയാണല്ലോ, ഇന്നിപ്പോൾ എത്രയായി, 13 അല്ലേ. തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതിങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ വിഴുങ്ങുക, ചാരമാക്കുക, വലിയ വലിയ നഗരപ്രദേശങ്ങൾ അങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് ചാരമായി മാറുക. അതെങ്ങനെ സംഭവിക്കാമെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ വരാൻ പറ്റുമോ എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഇത്രയും വിസ്തൃതമായ ഒരു പ്രദേശം ഇത്രയും ഭീകരമായ രീതിയിൽ ചാരമായി മാറുക. അതും എവിടെയാണ്? അമേരിക്കയിൽ. അമേരിക്ക എന്ന് പറഞ്ഞാൽ അജിംസ് പറഞ്ഞാൽ ലോകത്ത്
ഏറ്റവും മികച്ച സംവിധാനങ്ങൾ, ശാസ്ത്രീയ സംവിധാനങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു രാജ്യം. ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത് അപ്രതീക്ഷിതമല്ല. ജനുവരി 1-ാം തീയതി നാഷണൽ വെതർ സെൻറ്റർ ഒരു ഫോർകാസ്റ്റ് നടത്തുന്നുണ്ട്. ജനുവരി 2-ാം തീയതി സ്റ്റോം പ്രഡിക്ഷൻ സെൻറ്ററും ഫോർകാസ്റ്റ് നടത്തുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഡ്രൈ വേവ്സ് ഭീകരമായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ഫോർകാസ്റ്റ് നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യണം. ജനുവരി 1-നും 2-നുമാണ് ഫോർകാസ്റ്റ് വരുന്നത്. ജനുവരി 4-ന് അവർ റെഡ് ഫ്ലാഗ് റൈസ് ചെയ്യുന്നുണ്ട്. ജനുവരി 7-നാണ് ഈ സംഭവം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് ലഭിച്ച അപ്രതീക്ഷിതമായി സംഭവിച്ചൊരു കാര്യമല്ല, മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴും ചില മേഖലകളിൽ 7% ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ വരുമ്പോൾ അത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുകയാണ്. പിന്നെയുള്ളത് സംഗതി എന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ 2004 ഡിസംബർ 26-നാണ് സുനാമി ഉണ്ടാകുന്നത്. സുനാമി എന്ന് പറഞ്ഞാൽ എന്താണ്? കടൽ അടിച്ചു കയറുകയാണ്. നോക്കൂ, 2004 ഡിസംബർ 26-ന് മുമ്പ് നിഷാദ് എന്തെങ്കിലും ആലോചിച്ചിരുന്നു ഈ കടലിന് ഇങ്ങനൊരു സാധ്യതയുണ്ട്? നമ്മൾ വൈകുന്നേരം പോയി കാറ്റ് കൊള്ളാനിരിക്കുന്ന കടലുണ്ടല്ലോ, അവിടെ തിരമാലകൾ അടിക്കുന്നത് നമ്മൾ കാണുന്നു, ആസ്വദിക്കുന്നു. ഇങ്ങനെ പൊങ്ങിയൊരു തെങ്ങിൻ്റെ ഉയരത്തിൽ പൊങ്ങി അടിച്ച് വരുമെന്ന്. എന്നിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും ഒക്കെ ഈ തെർമോകോൾ പെട്ടി ഒലിച്ചു പോകുന്നത് പോലെ വെള്ളത്തിലിങ്ങനെ ഒലിച്ചു പോകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. 2004-ന് ശേഷമാണ് സുനാമി എന്നൊരു വാക്ക് നമ്മൾ പരിചയിക്കുന്നത്. സുനാമി അതിന് മുമ്പ് പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പൊതുഭാവനയിൽ സുനാമി എന്ന് പറയുന്നൊരു കാര്യം വരുന്നത് കടൽ എന്ന് പറയുന്ന നമ്മളീ കാണുന്ന ഈ ചങ്ങാതി അങ്ങേർക്ക് ഇങ്ങനെയും ഒരു ഭാവമുണ്ട് എന്ന് നമ്മൾ അതിന് ശേഷമല്ലേ ആലോചിക്കുന്നത്. അതേപോലെ ഇതും അങ്ങനെ നമുക്ക് ഭാവനയിൽ കാണാൻ പറ്റുന്നില്ല. ഒരു മഹാനഗരത്തിലെ ഏറ്റവും പോഷ് നൈബർഹുഡിനെ വരെ ഇത് ഒരാഴ്ച മുമ്പ് തുടങ്ങിയ അഗ്നി ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, തീ കെടുത്താൻ പറ്റുന്നില്ല. നോക്കൂ, അവരെന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരു വശത്ത് അമേരിക്കൻ ദൗർബല്യത്തെ ഇത് കാണിക്കുമ്പോൾ മറുവശത്ത് അമേരിക്കൻ മൈറ്റിനെ കാണിക്കുന്നുണ്ട്. കാരണം അവരുപയോഗിക്കുന്ന ഈ ഫയർ ഫൈറ്റിംഗ് മെഷീനറി ഉണ്ടല്ലോ, എയർക്രാഫ്റ്റുകൾ, അതിങ്ങനെ പറന്ന് വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിൽ വന്ന് നിറയാണ്. ഈ കായലിൽ നിന്നും കടലിൽ നിന്നൊക്കെ ആകാശത്ത് നിന്ന് തന്നെ വെള്ളം കോരിയെടുക്കുന്നു, അതുമായിട്ട് പറന്നു പോകുന്നു, അതങ്ങോട്ട് ചൊരിയുന്നു. അങ്ങനെ പല സ്വഭാവത്തിൽ ഹെലികോപ്റ്റർ ഉണ്ട്, ഈ ചിനോക്ക് ഉപയോഗിക്കുന്നുണ്ട്, ചെറിയ എയർക്രാഫ്റ്റുകൾ തടാകത്തിൻ്റെ വാട്ടർ ബോഡിയിൽ വന്ന് വെള്ളം നിറച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ ദൃശ്യങ്ങൾ തന്നെ ഒരു അമേരിക്കൻ പ്രൈഡിനെ ഉയർത്തുന്ന ദൃശ്യങ്ങളാണ്. ആയിരക്കണക്കിന് ഫയർ ഫൈറ്റേഴ്സിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 10,000-കണക്കിന് ഫയർ ഫൈറ്റേഴ്സ്, 1000-കണക്കിന് ഫയർ എൻജിൻസ് ഇതെല്ലാം ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ ഈ തിങ്കളാഴ്ച ഇതിൻ്റെ കാറ്റിൻ്റെ ഗതിവേഗം കൂടുതൽ പ്രദേശങ്ങളെ വളയാൻ കമല ഹാരിസിൻ്റെ വീട് വരെ കത്താൻ സാധ്യതയുണ്ട്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി കത്താൻ സാധ്യതയുണ്ടെന്ന് വാർത്ത വരുന്നു. അങ്ങോട്ട് തീ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിടിക്കാൻ പറ്റുന്നത്, കെടുത്താൻ പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരുന്ന മനുഷ്യൻ സൃഷ്ടിച്ച അവൻ്റെ സങ്കേതങ്ങൾ, സംവിധാനങ്ങൾ അതെല്ലാം എത്ര ദുർബലമായി പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത്. രണ്ടാമത് അമേരിക്കൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി എന്തു പറഞ്ഞാലും നമ്മൾ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ ആ സമയത്ത് കാണിച്ചൊരു പക്വതയുണ്ടല്ലോ, ഉയർന്ന സമീപനമുണ്ടല്ലോ, അത് അമേരിക്കയിൽ കാണുന്നില്ല നിഷാദ്. ഇന്നലെ ഇദ്ദേഹം അവിടുത്തെ കാലിഫോർണിയ ഗവർണറുണ്ട് ഗവിൻ ന്യൂസം, അദ്ദേഹം നടത്തിയൊരു പ്രശ്നം ബൈഡനോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഹ്യൂറിക്കെയിനേക്കാൾ ഭീകരമായ ഡിസ്ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും നടക്കുകയാണ്, അത് കെടുത്താനുള്ള പണി ആദ്യം എടുക്കണം സാറേ എന്നാണ്. അപ്പോൾ ഈ മനുഷ്യരുണ്ടല്ലോ, പ്രസിഡന്റ് ഇലക്ട് ട്രംപ്, സീരീസ് ഓഫ് ട്വീറ്റല്ല പുള്ളിയുടെ ഇതുണ്ടല്ലോ ട്രൂത്ത് സോഷ്യലിൽ അതിലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവിൻ ന്യൂസം എന്ന് പറയുന്ന അവിടുത്തെ ഗവർണറെ ചീത്ത പറഞ്ഞുകൊണ്ട്, മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത പറഞ്ഞു. നമുക്ക് രാഷ്ട്രത്തിൻ്റെ അതായത് 20-ാം തീയതി രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റാകാൻ പോകുന്ന മനുഷ്യനാണ്, മുൻ പ്രസിഡൻ്റായിരുന്ന ആളാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായൊരു ദുരന്തത്തെ അവർ അഭിമുഖീകരിക്കുമ്പോൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, ചെളിവാരി, എല്ലാ അർത്ഥത്തിലുമുള്ള ചെളിവാരി എറിയലാണ് നടക്കുന്നത്. ഈ ഗവർണർക്കെതിരെയുള്ള ഭീകരമായിട്ടുള്ള ആക്രമണം ഒരു വശത്ത് നടക്കുന്നു. അതുകൂടെ കാണാം 58 കഴിഞ്ഞ ഇലക്ഷനിൽ കമല ഹാരിസിനായിരുന്നു അവിടെ ഭൂരിപക്ഷം. കാലിഫോർണിയയിൽ 58% വോട്ട്, 38 ട്രംപിന് കിട്ടിയിട്ടുള്ളൂ. ഈ മനുഷ്യൻ, ഈ ന്യൂസം എന്ന് പറയുന്ന ഗവർണർ, അയാൾ ഡെമോക്രാറ്റാണ്. ഇങ്ങനെയൊക്കെ നമ്മളെന്താണ് അമേരിക്ക പോലെയുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്ന്, രാഷ്ട്രം പോട്ടെ, ആ ഒരു സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്?
അതിന് നേർവിരുദ്ധമായുള്ള കാര്യങ്ങളാണ് എല്ലാ നിലക്കുമുള്ള ചെളിവാരിയറുകളും കുറ്റപ്പെടുത്തലുകളും ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ. അതുകൂടാതെയാണ് പിന്നെ അവരുടെ സംവിധാനങ്ങൾ ഫെയിലായി പോകുന്നത്. ഇപ്പോൾ 2 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിഞ്ഞു. ഈ അല്ലാത്തടത്ത് ഈ അഭയാർത്ഥികളെ വീടൊഴിഞ്ഞു പോയ ആളുകളുടെ വീടാണ് കവർച്ച ചെയ്യുന്നത്. അതവിടെ ആ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീടൊഴിഞ്ഞു പോയ പ്രദേശങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കവർച്ച തടയാൻ വേണ്ടി. വെറും ഈ ജയിൽ പുള്ളികൾ മാത്രമല്ല, അല്ലാതെയും വലിയ തോതിൽ കവർച്ച അതിൻ്റെയും ധാരാളം ദൃശ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഇവാക്വേഷൻ നടന്നിട്ടില്ലാത്ത മേഖലകളിൽ ദിവസങ്ങളായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കൻ മൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു വശത്ത് അതിൻ്റെ ശക്തിയും അതിൻ്റെ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മറുവശത്ത് അമേരിക്കൻ മൈറ്റിൻ്റെയും അമേരിക്കൻ സമൂഹത്തിൻ്റെയും ദൗർബല്യങ്ങൾ കൂടെ കാണുന്ന ഒരു ഇതാണ് ഈ വാർത്ത. ഇനി അടിസ്ഥാനപരമായിട്ട് എനിക്ക് തോന്നുന്നു മനുഷ്യൻ നമ്മൾ എത്ര തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും നമ്മളതിനെ മറികടക്കുമെന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ ദൗർബല്യം, മനുഷ്യൻ്റെ ദുർബലത എത്രത്തോളമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഗതി. എന്തായാലും തീ വേഗം അണയട്ടെ എന്ന് പ്രത്യാശിക്കാം.